പ്രിയപ്പെട്ട ഉമ്മമാര് അഥവാ അമ്മായിമ്മമാര് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മകൻ വിവാഹം ചെയ്തുകൊണ്ടുവരുന്ന പെൺകുട്ടി അഥവാ നിങ്ങളുടെ മകൾ, നിങ്ങളുടെ മരുമകൾ, അവരോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അവരോട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് ആ രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യുക എന്നത് ഓരോ അമ്മായിമാരുടെയും നിർബന്ധമായ ബാധ്യത തന്നെയാണ്. ഒരുപക്ഷേ ഉമ്മമാർ കണ്ടെത്തിയ പെൺകുട്ടിയെ ആയിരിക്കാം ഈ മകൻ വിവാഹം ചെയ്തത്. അതല്ലെങ്കിൽ ഈ മനുഷ്യന്റെ പെങ്ങൾ കണ്ടെത്തിയ പെൺകുട്ടിയെ ആയിരിക്കാം ഒരുപക്ഷെ ഇവൻ വിവാഹം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ശരി, വിവാഹം കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയെ ഉമ്മാക്ക് കണ്ടുകൂടാ. പിന്നീട് പെങ്ങളതാ നാത്തൂൻ പോലെടുക്കാൻ തുടങ്ങുന്നു. അവിടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉടലെടുക്കുകയായി ആ കുടുംബജീവിതം തകർന്നു പോകുന്നു പലപ്പോഴും. അതുകൊണ്ട് ഇത്തരമൊരവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ, അതിനുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകമായി സഹോദരിമാരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമ്മായിമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് പരിപൂർണമായ സംരക്ഷണം നൽകാൻ, അതേപോലെ തന്നെ ആശ്വാസവും അനുഗ്രഹവുമായി തീരാൻ ഓരോ അമ്മായിമ്മമാർക്കും സാധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മരുമകൾക്ക് സന്തോഷമുണ്ടായാലേ തന്റെ മകന്റെ ജീവിതം സംതൃപ്തമാവുമെന്നും, അതല്ലാതെ മരുമകൾക്ക് പ്രയാസമുണ്ടായാൽ, അവരുടെ ജീവിതം പ്രയാസത്തിലായാൽ, അവരുടെ ഏത് പ്രയാസവും തന്റെ മകന്റെയും തന്റെ പേരക്കുട്ടികളുടെയും ജീവിതമാണ് പ്രയാസത്തിലാവുക എന്ന് തിരിച്ചറിഞ്ഞ് തന്റെ മരുമകളോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടും കൂടി പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഓരോ അമ്മായിമാർക്കും സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നാമതായി അമ്മായിമ്മമാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്നാമതായി സ്വന്തം മകളായി കാണുക എന്ന് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, മരുമകൾക്ക് സ്വന്തം ഉമ്മയായി കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒരു അമ്മായിമ്മക്ക് മരുമകളെ സ്വന്തം മകളായി കാണാൻ സാധിക്കണം. പല ഉമ്മമാരും പറയാറുണ്ട്, എനിക്കവൾ മകളെ പോലെ തന്നെയാണെന്ന, എനിക്കവൾ എന്റെ മകന്റെ ഭാര്യയാണെങ്കിലും ശരി, എനിക്കവൾ മകളെ പോലെ തന്നെയാണെന്ന. സത്യത്തിൽ ആ വാചകം ഹൃദയത്തിൽ നിന്നുള്ള വാചകമായി വരാറില്ല എന്നതാണ് സത്യം. ആത്മാർത്ഥമായ വാചകമായി തീരാറില്ല എന്നതാണ് സത്യം. ഞാനിത് വെറുതെ പറയുന്നതല്ല, മറിച്ച് സത്യം അത് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതാണ് സത്യം, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം പെൺമക്കളിൽ നിന്നുണ്ടാകുന്ന നിസ്സാരമായ തെറ്റുകൾ വരെ ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും മറച്ചുവെക്കുവാനും കഴിയുന്ന ഉമ്മമാർക്ക് മകന്റെ ഭാര്യയിൽ നിന്നും ഉണ്ടാകുന്ന നിസ്സാരമായ തെറ്റുകൾ വരെ സഹിക്കാൻ കഴിയാറില്ല, പൊറുക്കാൻ കഴിയാറില്ല, അതേപോലെ തന്നെ മറക്കാനും കഴിയാറില്ല. മകളുടെ തെറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഉമ്മമാർ മരുമകളുടെ തെറ്റുകൾ പർവ്വതീകരിച്ച്, നിസ്സാര പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി നാട്ടുകാരോടും അയൽക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുന്ന ചില ഉമ്മമാരും സമൂഹത്തിലുണ്ട്. ഇങ്ങനെ മകളും മരുമകളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ വിവേചനം കാണിക്കുന്ന ചില ഉമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മോളെ എന്ന് വിളിക്കുന്നിടത്ത് വരെ ഈ വിവേചനം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടി പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ ദിവസം ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അവിടുത്തെ കുടുംബവുമായി പരിചയപ്പെട്ട് തുടങ്ങി വരുന്നതേയുള്ളൂ, അവിടുത്തെ ആളുകളുമായി ഇണങ്ങി വരുന്നതേയുള്ളൂ. ആ സമയത്ത് തികച്ചും അപരിചിതമായ ഒരവസ്ഥയിൽ, ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോ പിന്നിൽ നിന്നും ഉമ്മ വിളിക്കുകയാണ് മോളെ എന്ന്. സ്വാഭാവികമായും ആ മോളെ എന്നുള്ള വിളി കേട്ട് സന്തോഷത്തോടുകൂടി എന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഓ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു എന്റെ മോളായിരിക്കും. എപ്പോഴായി പറയുന്നത്? കയറി വന്ന ആ സമയത്ത് തന്നെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം വിവേചനമാണ് ചില ഉമ്മമാര് കാണിക്കുന്നത്. ഇത് മകന്റെ ഭാര്യയോട് മാത്രമല്ല, മറിച്ച് മകന്റെ മക്കളോടും ചില ഉമ്മമാര് കാണിക്കാറുണ്ട്. മകളുടെ മക്കളോട് വല്ലാത്ത സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും ആ രൂപത്തിൽ സമീപനം കാണിക്കുന്ന, ആ രൂപത്തിൽ മക്കളോട് പെരുമാറുന്ന, പേരക്കുട്ടികളോട് പെരുമാറുന്ന ഉമ്മമാർക്ക് മകന്റെ മക്കളോട് ആ രൂപത്തിൽ പെരുമാറാൻ സാധിക്കാറില്ല. ഇതൊരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലോ, ഒരാളെയും പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് ഇന്ന് സമൂഹത്തിൽ പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന, ഈ ശബ്ദം കേൾക്കുന്ന ആരില്ലെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്ന ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഈ ഒരു സംസാരത്തിന് പിന്നിൽ.
ഇതിനൊരു മാറ്റമുണ്ടാകണം. മകളെയും മരുമകളെയും ഒന്നിച്ചു കാണുന്ന ഉമ്മമാർ, മകന്റെ മക്കളെയും മകളുടെ മക്കളെയും ഒന്നിച്ചു കാണുന്ന ഉമ്മ, ആ രൂപത്തിലുള്ള ഉമ്മയായി മാറാൻ, ആ രൂപത്തിലുള്ള വെല്ലുമ്മയായി മാറാൻ, അതേപോലെ തന്നെ അമ്മായിയുമ്മയായി മാറാൻ ഓരോ സഹോദരിമാർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ വല്ലാത്ത സന്തോഷമായിരിക്കും അവിടെ. ആ കുടുംബത്തിലെ സമാധാനം ഉണ്ടാകും, ആ കുടുംബത്തിലെ ശാന്തി ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ് സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പെൺമക്കളോട് കാണിക്കുന്നതിനേക്കാളേറെ സ്നേഹവും കാരുണ്യവും നിങ്ങളുടെ മകന്റെ ഭാര്യയായി കയറി വരുന്ന മരുമക്കളോട് കാണിക്കാൻ ഓരോ അമ്മായിമാർക്കും സാധിക്കണമെന്നാണ്. അങ്ങനെ അവസാനം അതെന്റെ അമ്മായിമ്മയല്ല, എന്നെ പ്രസവിക്കാതെ പോയ എന്റെ ഉമ്മയാണെന്ന് മനസ്സിൽ തട്ടിയുള്ള മരുമകളുടെ വാചകങ്ങളായിരിക്കണം നിങ്ങളെ കാത്തിരിക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതാണ് സഹോദരിമാരെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം രണ്ടാമതായി ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും സർവാധിപതി സ്ഥാനം എടുക്കരുത് എന്നാണ്. ഒരു കുടുംബത്തിൽ സർവാധിപതി സ്ഥാനം ഒരിക്കലും ഉമ്മമാരെടുക്കരുത്. ശരിയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു, വീട്ടിലെ ഭരണാധികാരി ഉമ്മയാണ്, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഉമ്മയാണ്, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഉമ്മയാണ്. അതെല്ലാം ശരിയാണ്. ആ ഹദീസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു. എന്നാൽ ഇതൊക്കെ ശരിയാണ് എന്നതുകൊണ്ട് തന്നെ, എന്നാൽ തന്റെ വീട്ടിലേക്ക് വരുന്ന മരുമകളെ ആദ്യ സന്ദർഭത്തിൽ തന്നെ ഒന്നടിച്ചിരിക്കുകയും അതല്ല ഒരൽപ്പം മയന്നു കൊടുത്താൽ അവൾ നിന്റെ മേലേക്ക് കയറുമെന്നുള്ള രൂപത്തിലുള്ള ചില സീരിയലുകളും ചില സിനിമകളും ചില ബന്ധുക്കളും ചില അയൽക്കാരുകളും പറഞ്ഞു തന്നത് കേട്ട് ആ രൂപത്തിൽ തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളോട് വളരെ മോശമായി പെരുമാറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഉമ്മമാർ തിരിച്ചറിയണം, അതെല്ലാം വിട്ടികളുടെ വർത്തമാനമാണ്, അതെല്ലാം വിട്ടികളുടെ വർത്തമാനമാണ്, അതെല്ലാം വെറും ചാട്ടകളാണ്. അതല്ല ശരി. മറിച്ച് നിങ്ങളിൽ നിന്നും അഥവാ ഒരു അമ്മായിമ്മയിൽ നിന്നും ഒരു മരുമകൾക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും മരുമകൾക്ക് കിട്ടിയാൽ തീർച്ചയായും തിരിച്ചും അവർ നിങ്ങളെ പരിഗണിക്കും. യാതൊരു അധികാരവും എടുക്കാതെ തന്നെ എല്ലാം നിങ്ങൾക്ക് അധീനമായി മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൈസ മിന്നാ മൻ ലാ യർഹം സഗീറനാ വലം യുവക്കിർ കബീറനാ. റസൂൽ പറഞ്ഞല്ലോ, നമ്മിൽപ്പെട്ടവരല്ല തന്നെ ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സർവാധിപതി സ്ഥാനം ഒരിക്കലും ഒരു ഉമ്മയും എടുക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതല്ല, ഇനി അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ മകന്റെ ഭാര്യയെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷേ അവർക്കത് സഹിക്കാനും ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കാം. എന്നാൽ കാലചക്രം കറങ്ങുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അവർക്ക് കീഴിൽ താമസിക്കേണ്ടി വരുമ്പോൾ, അവർക്ക് കീഴിൽ നിങ്ങൾ ചിലവഴിക്കേണ്ടി വരുമ്പോൾ, അവർ നിങ്ങളോട് നിന്ന് പ്രതികാരമായി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ആ സമയത്ത് സഹിക്കാനും നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും അവരുടെ സമീപനം എന്ന തിരിച്ചറിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ് രണ്ടാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അധികാരമാവാം, ഒരിക്കലും അടിച്ചമർത്തലാവരുത് എന്ന കാര്യം മനസ്സിലാക്കണം. മൂന്നാമതായി കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്നുള്ളതാണ്. വളരെ ചുരുക്കി പറയുകയാണ്, കൂടിയാലോചന എന്ന് തന്നെ ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള വിഷയമാണ്. കൂടിയിരുന്നുള്ള ആലോചനകളും പങ്കുവെക്കലുകളും നല്ല തീരുമാനങ്ങളും ആ രൂപത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും എന്ന് വളരെ കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിന്റെ പേര് തന്നെ ശൂറ എന്നതാണ്. ശൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന എന്നാണ് അർത്ഥം. അതിലെ 42-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅംറുഹും ശൂറാ ബൈനഹും, തങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നവർക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ സാധിക്കണം. വീട്ടിലെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴോ അതല്ലാത്ത സമയത്തോ മക്കളുമായി ഈ രംഗത്തൊക്കെ കൂടിയാലോചിക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും ചെയ്യുക എന്നത് മൂന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാലാമതായി അമ്മായിമ്മമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക എന്നതാണ്. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കണം. പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മകൻ വിവാഹം ചെയ്യുന്നതോടുകൂടി അവനൊരു കുടുംബമായി തീരുകയാണ്. അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവനൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം